കരിക്കാട് മാരാത്ത് രാമചന്ദ്രൻ മാരാർ. ഇവിടെ മമ്മിയൂർ വരാനും എങ്ങനെ എത്തി, അതിൻ്റെ ഇന്നത്തെ സ്ഥിതിഗതികളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ചില ഭക്തന്മാർ ചോദിച്ചു. അതിന് വേണ്ടി എൻ്റെ ഓർമ്മക്കുറിപ്പുകളായിട്ട് ഞാൻ ഇവിടെ വിവരിക്കണം. കരിക്കാട് മാരാത്ത് ഇന്ന് കാരണന്മാരുടെ ഇതിൽ അടിയന്തരങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ കഴിയുന്ന സമയത്ത് അങ്ങാടിപ്പുറത്ത് വരാനിടയായി, ആളില്ലാത്തതുകൊണ്ട്. അങ്ങാടിപ്പുറത്തുനിന്ന് അവിടെ അടിയന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുവായൂർ കുഞ്ഞമ്മാരാർ എന്ന് പറഞ്ഞ ആൾ എൻ്റെ അമ്മാവനാണ്. അദ്ദേഹം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ അവിടെ അടിയന്തരം നടക്കുമ്പോൾ ഒരാൾ തഞ്ചമൂല ആളില്ലാണ്ട് പോരാൻ വയ്യ, അതൊരവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ അതിരുദ്രം ബുക്ക് ചെയ്ത് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. അതിന് വരണമെന്ന് പറഞ്ഞു. അതിനും 11 ദിവസം വരാൻ വിഷമമുണ്ട്, ആളെ അങ്ങാടിപ്പുറത്ത് ആളെ കിട്ടാത്തത് കാരണം വരാൻ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും വന്നു. അവിടെ ഈ വിവരങ്ങളൊക്കെ ഞാൻ അവിടെ ഓഫീസിലെ മാനേജരെയും തമ്പ്രാനെയും എല്ലാവരെയും അറിയിച്ചു, ട്രസ്റ്റിനെയൊക്കെ അറിയിച്ചു. ഇങ്ങനെ ഒരു വിഷമത്തിലാണ്, അമ്മാവൻ തീരെ വയ്യ, വരാൻ പറയുന്നുണ്ട്. ഗുരുവായൂരും മമ്മിയൂരും നോക്കണം, മമ്മിയൂർ ശശി മാത്രമേ ഉള്ളൂ, അത് കാരണം അയാളെ സഹായിക്കാൻ മമ്മിയൂരത്തെ കഴിഞ്ഞാൽ ദിവസേന ഗുരുവായൂർക്ക് വരണം, അതിന് പറ്റിയ ആൾ നീ തന്നെയുള്ളൂ, വേറെ ആളെ പറയാനില്ല, അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങാടിപ്പുറത്ത് മാനേജരും വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയും 2 അമ്പലത്തിലും, ഗുരുവായൂർ അമ്പലത്തിലും മമ്മിയൂർ അമ്പലത്തിലും വന്ന് സേവിക്കാൻ കിട്ടിയ അവസരമല്ല, താനത് കളയണ്ട, അതിന് വേണ്ട ഇവിടെ തൽക്കാലം ഇവിടെ ഒരു കൃഷ്ണ പുതുവാളുണ്ട്, അയാളെ ആക്കാം, പിന്നീട് ഇവിടേക്ക് നല്ലൊരാളെ ആക്കി തരണം, പ്രവൃത്തി പരിചയമുള്ള ഒരാളെ ആക്കി തരണം അവിടെ പോയതിന് ശേഷം എന്ന് പറഞ്ഞു. അതുപോലെ അവിടുന്ന് ശമ്പളം തന്നു. 1-ാം തീയതി ഇവിടെ വന്നു. 1-ാം തീയതി ശമ്പളം ഇവിടെ പോന്നു. 1998 ഫെബ്രുവരിയിലാണെന്ന് എൻ്റെ ഓർമ്മ. ഇവിടെ വന്നു അമ്മാവനെ കണ്ടു. ഞാൻ അടിയന്തര ഏൽക്കാൻ ഭാഗത്തിൽ വന്നതാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം. ഞാൻ ആകെ കുടുങ്ങിയിരിക്കുക, എന്താ വേണ്ടത് വെച്ചില്ല, നീ വേറെ ആളെ തഞ്ചമല അവിടേക്ക് ആക്കാൻ പറ്റിയതില്ലേനും, അതില്ലാത്തതുകൊണ്ട് തന്ത്രിനെ ഒഴിവാകാനും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കണ്ടു. അദ്ദേഹം അനിയുണ്ട് ഇവിടെ അമ്പലത്തിൽ. അപ്പോൾ അനിയനെ വിളിച്ചു, കുഞ്ഞമ്മാവൻ നീ പോയിട്ട് ഏട്ടനെയും കൊണ്ട് പോയിട്ട് നമ്പൂരിപ്പള്ളിയുടെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞ ചെന്ന് മമ്മിയൂർ അടിയന്തരത്തിന് വരികയാണ്. അങ്ങനെ കണ്ടു ചെന്ന് ദിവാര നമ്പൂരിപ്പള്ളും ദിനേശ നമ്പൂരിപ്പള്ളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വിവരം പറഞ്ഞു, അടിയന്തരം ഏൽക്കാൻ വന്നതാണ് പറഞ്ഞു. കുഞ്ഞാൻ പറഞ്ഞയച്ചല്ലേ, നീ പിന്നെ പ്രശ്നമൊന്നുമില്ല, ശരി പോയിട്ട് ഓഫീസർ അവിടെ ഉണ്ട്, ഞാൻ പറയാം, ഓഫീസറെ വിളിച്ച് പറയാം ഒന്ന്, രാജഗോപാൽ സാറാണ്. ചെന്ന് വന്ന് കണ്ടു. ഇങ്ങനെ സന്തോഷമായി. വൈകുന്നേരം മുൽക്ക് അടിയന്തരം ഏൽക്കാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം മുൽക്കന്നെ ഞാൻ അടിയന്തരം തുടങ്ങി. ദിവസേന അത് കഴിഞ്ഞാൽ ഗുരുവായൂർക്ക് വിളക്കിനും പോകും. ചുരുങ്ങിയ ശമ്പളമാണുള്ളത്, എങ്കിലും അത് സന്തോഷമായിട്ട് സ്വീകരിച്ചു. ആൾക്കാരും കമ്മിയാണ്, വരവും കമ്മിയാണ്, പ്രവർത്തിക്കും. അതെ, അന്ന് ഇവിടെ പ്രവർത്തിക്ക് പത്മനാഭമ്പ്രാന്തി മേശാന്തി, കാര്യമായിട്ട് ശിവൻ്റെ ഒരു മേശാന്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വിഷ്ണുവിൻ്റെ പൂജ മേശാന്തിയായിട്ട് ശ്രീധര നമ്പൂരി, സഹശാന്തിക്കാരായിട്ട് മുരളി നമ്പൂരി, പിന്നെ എംബ്രാന്തിൻ്റെ ഏട്ടൻ ഒരാളുണ്ടായിരുന്നു മേശാന്തി, അദ്ദേഹത്തിൻ്റെ ഏട്ടൻ. അവർ പിന്നെ ചന്ദനം കൊടുക്കാൻ എംബ്രാന്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നമ്പൂരി, അതുപോലത്തെ രാമേന്ദ്രൻ നമ്പൂരിൻ്റെ അച്ഛനാണ്. വിഷ്ണുവിൻ്റെ പിന്നിൽ ഇരുന്നിട്ടാണ് ചന്ദനം കൊടുക്കുക. അങ്ങനെ ചന്ദനം കൊടുത്ത് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ അപ്പോൾ ഇവിടെ പിന്നെ വാരാത്ത് വീട്ടുകാർ നെയ്യിൻ്റെ കുപ്പി കൊണ്ട് കൊടുക്കും, ദീപാരാധനയ്ക്ക് തട്ടിൽ ഒഴിക്കാൻ പറഞ്ഞു. അത് ഓടിൻ്റെ തട്ട് പിച്ചള ദീപാരാധന തട്ടായിരുന്നു. ആ തട്ടിൽ ഇങ്ങനെ പാർന്ന് കൊടുക്കേണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വെള്ളിൻ്റെ ആയ തർക്കമില്ല എന്നൊരു മോഹം തോന്നി. പറ്റിയ ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു തുഴ വന്നൊരു ഭക്തനോട് പറഞ്ഞു, ഇങ്ങനെ ദീപാരാധന തട്ട് വെള്ളിയിലാക്കിയ തർക്കമില്ല എന്നിട്ട് സന്ധ്യാകുമ്പോൾ ദീപം ഒഴുകിയിട്ട് എല്ലാവരും കാണാനും നല്ലൊരു ഐശ്വര്യമാണ്. അതിനെന്താ വിരോധം, എൻ്റെ വക ആയിക്കോട്ടെയായിരുന്നു. അത് കഴിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ അവിടെയും അതേപോലെ തന്നെ വേറൊരാളെ കണ്ടു. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു നെയ്വിളക്കായിട്ട് അത് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നപ്പോൾ അങ്ങനെ മുരുകൻ്റെ അവിടെ മാലവിളക്ക് വെള്ളീൻ്റെ ചെയ്യാമെന്ന് പറഞ്ഞു, ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ആ വെച്ച് ചെയ്തു. വിഷ്ണുവിൻ്റെ അല്ല, മുരുകൻ്റെ അവിടെ അല്ല, ശിവൻ്റെ അവിടെ. അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ അവിടേക്കും കൂടി ആയാൽ തിരക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതും അവരുടെ വകേനായിട്ട്.
പിന്നെ മുരുകൻ്റെ അവിടേക്ക് വെള്ളി വിളക്കായിട്ട് വേറെ ഒരു പാർട്ടി വന്നു. ആ പാർട്ടി നല്ല ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ കൊണ്ടുപോയി വന്നപ്പോൾ അത് കനം കുറവാണ്, ഓട്ടയാവും വേഗം, അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു. പിന്നത്തെ പാർട്ടീനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ല കനത്തിൽ വേണം എന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. അത് മദ്രാസിലുള്ളൊരു പാർട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ ചിത്രമൊക്കെ വരച്ചു കൊടുത്ത് ഗുരുവായൂരപ്പൻ്റെ നടക്കിലുള്ള നേരമായിട്ടുള്ള കമലവിളക്കും മാലവിളക്കും വിഷ്ണുവിൻ്റെ അവിടെയൊക്കെ വലിയ നിലവിളക്കും നല്ല കനത്തിലുണ്ടാക്കണം. അതുണ്ടാക്കി കൊണ്ടുവന്ന് സമർപ്പിച്ചു. വളരെ സന്തോഷമായി എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ശിവരാത്രി വന്നു. കുംഭത്തിൽ ശിവരാത്രി ഏറ്റതിന് ശേഷം വരുന്നതാണ് ആദ്യത്തെ ശിവരാത്രി. ആ ശിവരാത്രിക്ക് വെള്ളിക്കുടം തിരുവേങ്കടത്ത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരണമെന്നൊക്കെ അറിഞ്ഞത്. ഇവിടെ വന്ന് കൊണ്ടുവന്നപ്പോൾ അയ്യോ എൻ്റെ ഭഗവാനെ, ഇത് ഇനി ഇവിടെ തന്നെ ഉണ്ടാവണം, അതിനുള്ളൊരു അനുഗ്രഹം ഉണ്ടാവണം, എന്താ വേണ്ട ചെയ്യാൻ ശ്രമിച്ചോളാന്ന്. അത് പ്രകാരം അങ്ങനെ ഓരോ വെള്ളിവിളക്ക് വെള്ളിക്കുടം ഇതായിപ്പിക്കായി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാ സ്ഥലത്തും നെയ്വിളക്ക് വെക്കണം എന്നുള്ളൊരു മോഹം തോന്നി. വെള്ളിവിളക്കുമായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരായണൻകുട്ടി സാർ കമ്മീഷണറായിരുന്നു. അന്ന് HRNC കമ്മീഷണറായിട്ട് നാരായണൻകുട്ടി സാർ അദ്ദേഹം അവിടെ വന്നു. ഒരു പ്രദോഷ ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രദോഷ സമയത്ത് നട തുറന്ന് 4:45 നട തുറന്ന് അന്ന് നേരെ ഗുരുവായൂർക്ക് പോയി തൊഴുത്ത് പോകാമെന്നാണ് വിചാരിച്ചത് അദ്ദേഹം. അപ്പോൾ അവിടെ ഇരുത്തി ഇന്ന് പ്രദോഷമാണ്, അഭിഷേകമുണ്ട്, അഭിഷേകം കണ്ടിട്ട് തൊഴുത്ത് സുഖമായിട്ട് തീർത്ഥം മേടിച്ചിട്ട് പോകാം, എംബ്രാന്തിരി വരും അഭിഷേകം നടക്കും. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നു. ആ ഇരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, സാർ ഇവിടെ ദിവസേന നെയ്വിളക്കാക്കിയ തിരക്കല്ല മോഹമുണ്ട്, അതുകൊണ്ട് അതിനുള്ളൊരു അനുവാദം നേരെയാക്കി തരണം എന്ന് പറഞ്ഞു. അനുവാദം തരാം, അതിന് വിരോധം ഉണ്ടല്ല, അത് നടക്കുകയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നടക്കും, ചീട്ടാക്കുള്ള സംവിധാനം ഉണ്ടാക്കി തരുമോ? ഞാൻ നടത്തിക്കോളാം. ഓരോരുത്തരെ പിറന്നാളിനും മറിച്ചായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. അതിന് അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ ഓർഡർ കൊടുക്കുക. അച്യുതൻകുട്ടിയാണ് ആണല്ലോ ഇപ്പോഴത്തെ ഓഫീസർ, അദ്ദേഹത്തിനോട് സംസാരിച്ച് അടുത്ത ദിവസം മുതൽ തന്നെ തുടങ്ങാനുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി. മമ്മി അങ്ങനെ അടിയന്തരം നടത്തി വരുമ്പോൾ ഇടയ്ക്ക് ആവശ്യമുള്ളതായ അമ്പലത്തേക്ക് ആവശ്യമുള്ളതായ ഓരോരോ സാധനങ്ങൾ പറ്റുന്ന ആളുകളോട് പറയും. അത് മിക്കവാറും അത് സ്വീകരിച്ച് കൊണ്ടു തരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയ്ക്ക് വീണിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു പെട്ടെന്ന്. എന്നെ ഇവിടുന്ന് പോകാൻ ഒരു ആളെയാക്കിയിട്ട് വേണ്ടി പോകാൻ, അല്ലാണ്ട് പാകമില്ല. അമ്മയാണെങ്കിൽ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കാണുന്ന ഒരാളുമാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓഫീസിലാണ് ഫോണുള്ളൂ. ഫോണിൽ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു എനിക്ക് പോകാൻ ഒരു ഭാഗം കിട്ടില്ല. രാത്രി ഞാൻ കരഞ്ഞ് ഭഗവാനോട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി പോകണം, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒഴിവാക്കി പോയാലും എനിക്ക് ആസ്പത്രിൻ്റെ പുറത്തിരിക്കാനേ പറ്റുള്ളൂ. അവരെന്താ പറയണമെന്ന് വെച്ചാൽ കേൾക്കാം. അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റും. എന്താ വേണ്ടത് വെച്ചാൽ എനിക്കറിയില്ല, എന്താ വേണ്ടതെന്ന് ഇതാക്കി തരണമെന്ന് പറഞ്ഞു, സമാധാനം തരണമെന്ന് പറഞ്ഞു. വെളിച്ചാങ്കാലത്ത് 3:30 മണിക്ക് വിളിച്ചുണർത്തി പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അമ്മേൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. 1 മാസം അങ്ങോട്ട് കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി വരാൻ. അവിടെയാണ് ചെന്നപ്പോഴേക്കും അമ്മ അങ്ങോട്ട് ചുണ്ടെടുത്ത് ആകെ പോകുകയുണ്ട്. ആദ്യമായിട്ടുള്ള മൂത്ത മകനാണ് ഞാൻ. പിന്നെ അമ്മയ്ക്ക് ഞാനുണ്ടായിരുന്നെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ധൈര്യമാണ്, അത് ഉണ്ടായില്ല. ആസ്പത്രി കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് വിളിക്കലും പറയാൻ ചെല്ലാൻ കാണാത്തതുകൊണ്ട് വിളിക്കണമില്ല പറയണമില്ല ഒന്നുമില്ല. ഞാൻ ചെന്നു, ഞാൻ അമ്മേനെ വിളിച്ച് ചെന്നപ്പോൾ അമ്മ ചുണ്ടെടുത്ത് ലഹരായിട്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും തണുത്തു. അമ്മ നീ ചായ കുടിക്കുക വാ പറഞ്ഞു. ഞാൻ ചായ കുടിക്കാം, അതിൻ്റെ മുമ്പേ എനിക്ക് പറയാനുള്ളത് പറയാണ്. പറയൂ ഒക്കെ സമാധാനമായി അമ്മയ്ക്ക് വെച്ചു. ഞാൻ അങ്ങേ തലവരെ വിളിച്ച് നിലവിളിച്ചിരിക്കുക രാത്രി. ആ സമയത്ത് ഒരു പാകില്ല അവിടുന്ന് പോരാ, ഒരാളെ ഇവിടെ ആക്കിയിട്ട് വേണ്ട പോരാ, മുടക്കി പോരാൻ വയ്യല്ലോ. അങ്ങനെ ഇവിടുത്തെ പ്രവൃത്തി. അപ്പോൾ വെളിച്ചാങ്കാലത്ത് ഇങ്ങനെ 3:30 മണിക്ക് സ്വപ്നം ഉണ്ടായി.
ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി, അമ്മേൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. അങ്ങനെ ഇതായപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം രാവിലെ ഉണ്ടായത്. പിന്നെ അമ്മേൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ അപ്പോൾ ആളെ കിട്ടിയപ്പോൾ ഞാൻ വന്നു. വന്നപ്പോൾ ഇതാണ് അമ്മ കേൾക്കുന്നത്. അയ്യോ, ഇതൊക്കെ കണ്ട് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആകെ അങ്ങോട്ട് പൊട്ടിത്തിരിച്ച് ആകെ കണ്ണുന്ന വെള്ളമൊക്കെ പാടെ കിട്ടി. കുട്ടിയെ ഞാൻ പറഞ്ഞത് മടക്കിയിട്ടു, മനസ്സിലൊന്നും വിചാരിക്കരുത്. നിന്നെ കാണാത്ത വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഒന്നും ആലോചിക്കാൻ മനസ്സിലിട്ടവര് ചായയൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് നല്ലോണം അനുഗ്രഹിച്ചു. നീ പോയിക്കോ, മമ്മി ഇവർക്ക് പോയിക്കോ, അവിടെ പോയി വേണ്ട പോലെ ചെയ്തോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു ഓരോരോ പ്രവൃത്തി തന്നു. അന്നേരത്തെ ഓഫീസർമാരും ഇവരുമായിട്ടൊക്കെ ചോദിച്ച് അമ്പലത്തേക്ക് വേണ്ട ഓരോരോ കാര്യങ്ങൾ പറ്റാവുന്നിടത്തോളം സ്പോൺസർ ചെയ്തു. അമ്പലത്തേക്ക് വേണ്ട എല്ലാ വെള്ളി സാധനങ്ങളും പൂജയ്ക്കായിട്ടുള്ള വിളക്കുമായിട്ടുള്ളതും എല്ലാം ഓരോരുത്തരെ കണ്ട് സ്പോൺസർ ചെയ്യാൻ പറ്റി. സ്പോൺസർ ചെയ്ത് അങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി ഒരു ശബ്ദം കിട്ടും. അന്ന് ആൾക്കാർ കമ്മിയാണ്, ഞാനും സെക്യൂരിറ്റിയും അങ്ങനെ നമ്പീശൻ അങ്ങനെ ചിലർ മാത്രമേ ഉള്ളൂ.